വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മിസ്സിന്റെ പേര് അനുശ്രീ എന്നാണ്. മിസ്സിന്റെ 6ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് ഇരിക്കല്ലേ മക്കളെ? അപ്പൊ നിങ്ങളുടെ ബേസിക് സയൻസിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ചാപ്റ്റർ ആയിരുന്നു നമ്മുടെ ലിവിങ് ഇൻ ഹാർമണി അഥവാ ഒന്നിച്ചു നിലനിൽക്കാം എന്നുള്ള ചാപ്റ്റർ അല്ലേ? അപ്പൊ ഈ ചാപ്റ്ററിലുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കുറെ കുഞ്ഞു വീഡിയോസിലായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് ചെയിൻ എന്താണ്, ഫുഡ് വെബ് എന്താണ്, എക്കോസിസ്റ്റം എന്താണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പഠിച്ചിരുന്നു. അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിനൊക്കെ എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കുഞ്ഞു ഭാഗം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏതാണ് ആ ഭാഗം എന്ന് അറിയണ്ടേ? നോക്കിക്കേ, ഉൽപാദകർ പ്രൊഡ്യൂസേഴ്സ്, ഉപഭോക്താക്കൾ കൺസ്യൂമേഴ്സ്, വിഘാടകർ അഥവാ ഡീകമ്പോസേഴ്സ്. ഈ 3 വിഭാഗക്കാരെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ പഠിക്കാനുള്ളത്. ഈ 3 വിഭാഗം എന്താണ്, ഇവ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ഇവ തമ്മിലുള്ള ഒരു ബന്ധം എന്താണ്, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, എക്സാമിനൊക്കെ എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ഭാഗമാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇതെന്ന് നമുക്ക് നോക്കാം. റെഡി അല്ലേ എല്ലാവരും? സെറ്റ് അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്ത് നോക്കാം? ഉൽപാദകർ അഥവാ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിന്റെ പേരിൽ തന്നെ ഉണ്ട് പ്രൊഡ്യൂസേഴ്സ് അല്ലെ? നമ്മൾ സിനിമയുടെ പ്രൊഡ്യൂസർ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പ്രൊഡ്യൂസ് ചെയ്യുക, ഉൽപാദിപ്പിക്കുക. എന്തായിരിക്കും അപ്പൊ ഇവിടെ ഇവർ ഉൽപാദിപ്പിക്കുന്നുണ്ടായിരിക്കുക? സിനിമയാണോ ഉൽപാദിപ്പിക്കുന്നത്? അല്ല അല്ലെ? പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രൊഡ്യൂസേഴ്സ് സിന്തസൈസ് ഫുഡ്, സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യുന്നവരെ, സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ കഴിവുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവിടെ നമ്മുടെ ഈ ലിവിങ് ഇൻ ഹാർമണി ഒന്നിച്ചു നിലനിൽക്കാം എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യാൻ കഴിയുന്നവരെ, പ്രൊഡ്യൂസേഴ്സ് സിന്തസൈസ് ഫുഡ് എന്നാണ് പറയാ. ഭക്ഷണം സ്വന്തമായി സിന്തസൈസ് ചെയ്യുന്നവരെ, ഉൽപാദിപ്പിക്കുന്നവരെ നമ്മൾ എന്ത് പറയും? പ്രൊഡ്യൂസേഴ്സ് എന്ന് നമ്മൾ പറയും. അപ്പൊ ആരൊക്കെയാണ് ഈ സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകള്? ആരൊക്കെയാണ്? നമ്മൾ മനുഷ്യന്മാര് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നവരാണോ? അല്ല. ആരൊക്കെയാണ് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നവര്? അവിടെ നോക്കിക്കേ, മിസ് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ചെടികൾ അല്ലെ? പ്ലാന്റ്സ് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു. നമ്മൾ കുഞ്ഞു ക്ലാസ് തൊട്ടേ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ? എന്താണ്? പ്ലാന്റ്സ് സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കും. നമ്മുടെ സൺലൈറ്റ് ഒക്കെ ഉപയോഗിച്ച്, ഹരിതകം, ക്ലോറോഫിൽ ഒക്കെ ഉപയോഗിച്ചിട്ട് അവർ എന്ത് ചെയ്യുന്നു? സ്വന്തമായിട്ട് അവരുടെ ഇലയിലാണ് നമ്മൾ അവരുടെ അടുക്കള എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ? അപ്പൊ അവര് സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ഈ പ്ലാന്റ്സ് അഥവാ ചെടികൾ എന്ന് പറയുന്നവര്. ചെടികൾ മാത്രമല്ല, വലിയ മരങ്ങള്, ബിഗ് ട്രീസ് ഒക്കെ എന്ത് ചെയ്യും? സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നവരാണ്. എല്ലാവരും സൺലൈറ്റിന്റെ സഹായത്തോടു കൂടി ഫോട്ടോസിന്തസിസ് വഴി സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കും നമ്മുടെ ഈ ചെടികളും മരങ്ങളും ഒക്കെ. പിന്നെ ആരാണ്? യെസ്, നമ്മൾ കുളത്തിലും പുഴയിലും ഒക്കെ കാണുന്ന നമ്മുടെ ആൽഗകൾ അല്ലെ? നല്ല പച്ച കളറിലുള്ള പച്ചപ്പ് ഇങ്ങനെ നമ്മൾ കുളത്തിലൊക്കെ കാണാറില്ലേ? അപ്പൊ ഇങ്ങനെ ഗ്രീൻ കളറിലുള്ള ഈ ആൽഗകളൊക്കെ എന്ത് ചെയ്യും? സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ്. അവര് സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടു കൂടി സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ ഈ ആൽഗകള്. പിന്നെ ആരാണ്? ഗ്രാസ് അല്ലെ? നമ്മുടെ പുല്ലുകൾക്കൊക്കെ എന്തിനുള്ള കഴിവുണ്ട്? സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ ഇവരെല്ലാവരും എന്താണ്? പ്രൊഡ്യൂസേഴ്സ് അഥവാ നമ്മുടെ ഉൽപാദകരാണ്. സ്വന്തമായി ഭക്ഷണം പാകം ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ ഈ ചെടികളും മരങ്ങളും ആൽഗകളും പുല്ലുകളും ഗ്രാസസ് എല്ലാം എന്താണ്? പ്രൊഡ്യൂസേഴ്സിനുള്ള ഉദാഹരണങ്ങളാണ്. അപ്പൊ പ്രൊഡ്യൂസേഴ്സ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? അങ്ങനെയെങ്കിൽ നമ്മുടെ അടുത്ത ഒരു വിഭാഗമാണ് എന്ത്? നമ്മുടെ കൺസ്യൂമേഴ്സ് അഥവാ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും കൺസ്യൂമേഴ്സ് അഥവാ ഉപഭോക്താക്കൾ എന്ന് നിങ്ങൾക്ക് അറിയാവോ? എന്താണ് മക്കളെ? എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്താണ് കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? യെസ്, കൺസ്യൂമേഴ്സ് കൺസ്യൂം ഫുഡ് അല്ലെ? ഫുഡ് കൺസ്യൂം ചെയ്യുന്നവര്. ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയാൽ മാത്രം മതിയോ? ഇല്ല, ഇത് ഭക്ഷിക്കാൻ കുറെ ആളുകൾ വേണം അല്ലെ? അങ്ങനെ ഈ ഉണ്ടാക്കിയ ഭക്ഷണം ഭക്ഷിക്കുന്നവരെ നമ്മൾ എന്ത് പറയും? കൺസ്യൂമേഴ്സ് എന്ന് പറയും. കൺസ്യൂമേഴ്സ് കൺസ്യൂം ഫുഡ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ഈറ്റ് ഫുഡ് എന്ന് പറയാം. ഈ ചെടികളും മരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെ കഴിക്കുന്ന ആളുകളാണ് ആര്? നമ്മുടെ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അത് അവിടെ ചിത്രത്തിൽ കാണിച്ചപ്പോൾ നമ്മുടെ സ്ക്യൂറൽ, നമ്മുടെ അണ്ണാൻ, അതേപോലെ നമ്മുടെ പാണ്ട, അതേപോലെ ഡിയർ, ഇത് മാത്രമല്ല നമ്മുടെ കൗ, ഗോട്ട്, ഇതൊക്കെ എന്താണ്? ഈ ചെടികൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, ചെടികളെ ഭക്ഷിക്കുന്നവരാണ് അല്ലെ? അപ്പൊ ഈ ചെടികൾ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ നിന്ന് ആ ചെടിയിലുള്ള എനർജി ആർക്ക് കിട്ടി? ഇത് കഴിക്കുന്ന ഈ പറഞ്ഞ പാണ്ടയ്ക്കും ഡിയറിനും സ്ക്യൂറലിനും അതേപോലെ നമ്മുടെ റാബിറ്റിനും നമ്മുടെ കൗ, ഗോട്ട്, അങ്ങനെ ഒരുപാട് ആനിമൽസ് ഉണ്ട്. അവരെല്ലാവരും നമ്മുടെ ചെടികളെ ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരെ നമ്മളെല്ലാം എന്ത് പറയും? കൺസ്യൂമേഴ്സ് എന്ന് പറയും. ഇനി ചെടിയെ ഭക്ഷിക്കാതെ ഈ ചെടിയെ ഭക്ഷിക്കുന്ന ആളുകളെ ഭക്ഷിക്കുന്ന കുറെ ആളുകളില്ലേ? അതാരൊക്കെയാണ്? നമ്മുടെ ലയൺ, നമ്മുടെ ടൈഗർ, ഇതൊക്കെ എന്താണ്? ഇവരൊക്കെ പ്ലാന്റ്സ് ആണോ ഈറ്റ് ചെയ്യുന്നത്?
കഴിക്കുന്നത്? പ്ലാന്റ്സിനെയാണോ കഴിക്കുന്നത്? അല്ല, ഇവരെന്ത് ചെയ്യും? ഈ പ്ലാന്റ്സ് ഒക്കെ കഴിക്കുന്ന നമ്മുടെ ചെറിയ ചെറിയ മൊയലിനെ, അതേപോലെ നമ്മുടെ ഡിയറിനെ, അതേപോലെ അതിനെയൊക്കെ ഭക്ഷിക്കുന്ന ആളുകളാണ് ആര്? നമ്മുടെ ഈ ലയണും ടൈഗറും ഒക്കെ അല്ലെ. അപ്പൊ ഡയറക്റ്റ് അല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് ഈ പ്ലാന്റ്സിലുള്ള ഭക്ഷണമൊക്കെ എവിടെ എത്തുന്നുണ്ട്? നമ്മുടെ ഈ കൺസ്യൂമേഴ്സിന്റെ ശരീരത്തിൽ എത്തുന്നുണ്ട്. അപ്പൊ പ്രൊഡ്യൂസേഴ്സ് ഭക്ഷണം ഉണ്ടാക്കുന്നവരും കൺസ്യൂമേഴ്സ് ആ ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസേഴ്സിനെ ഈറ്റ് ചെയ്യുന്ന ആളുകൾ, കൺസ്യൂം ചെയ്യുന്ന ആളുകളാണ് ആര്? നമ്മുടെ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സ് അഥവാ നമ്മുടെ ഉപഭോക്താക്കൾ എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നമ്മുടെ മൂന്നാമത്തെ വിഭാഗമാണ് ആര്? ഡീകമ്പോസേഴ്സ് അഥവാ വിഘാടകർ എന്ന് പറയുന്നത്. എന്തായിരിക്കും ഈ ഡീകമ്പോസേഴ്സ് അല്ലെങ്കിൽ വിഘാടകരുടെ ജോലി എന്ന് പറയുന്നത്? എന്തായിരിക്കും മക്കളെ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് ഈ ഡീകമ്പോസേഴ്സിന്റെ ജോലി എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും? നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഡെഡ് ആയി കഴിഞ്ഞാൽ, പ്ലാന്റ്സോ അല്ലെങ്കിൽ ആനിമൽസ് ഒക്കെ ഡെഡ് ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? അവരിങ്ങനെ ഡെഡ് ആയിട്ട് നമ്മൾ മണ്ണിൽ ഇങ്ങനെ കിടക്കുകയാണോ? കുറേ കാലത്തോളം നമ്മൾ മണ്ണിൽ ഇങ്ങനെ കിടക്കുകയാണോ? അല്ല അല്ലെ. കുറേ കാലം കഴിയുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ ചത്ത് ചീഞ്ഞ് മണ്ണിലേക്ക് ലയിക്കാൻ തുടങ്ങും, മണ്ണിലേക്ക് ലയിച്ചു പോവാൻ തുടങ്ങും. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന ആളുകളാണ് നമ്മുടെ ഡീകമ്പോസേഴ്സ് അഥവാ വിഘാടകർ എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യും? ഈ ഡെഡ് റിമൈൻസിനൊക്കെ, ചത്ത് ചീഞ്ഞ അവശിഷ്ടങ്ങളൊക്കെ എന്ത് ചെയ്യും? അവര് ബ്രേക്ക് ഡൗൺ ചെയ്ത് അവരങ്ങനെ ഡീകമ്പോസ് ചെയ്ത് അങ്ങനെ മണ്ണിൽ ലയിപ്പിച്ച് കളയുന്ന ആളുകളാണ് ആര്? നമ്മുടെ ഡീകമ്പോസേഴ്സ് അഥവാ വിഘാടകർ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു എക്കോസിസ്റ്റത്തിൽ ഈ ഡീകമ്പോസേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെയൊക്കെ വേസ്റ്റ് കൊണ്ട് നിറഞ്ഞു നിൽക്കും അല്ലെ. അപ്പൊ അതൊന്നും ഇല്ലാണ്ടേ നമ്മുടെ ഈ എൻവയോൺമെന്റിനൊക്കെ ക്ലീൻ ആയിട്ട് ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ആളുകളാണ് ആര്? നമ്മുടെ ഡീകമ്പോസേഴ്സ് അഥവാ വിഘാടകർ എന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യും? ഡീകമ്പോസേഴ്സ് ബ്രേക്ക് ഓർഗാനിക് റിമൈൻസ് ആൻഡ് ആഡ് ദം ടു ദ സോയിൽ. മണ്ണിലേക്ക് തന്നെ തിരിച്ച് ഇവര് നമ്മുടെ കൺസ്യൂമേഴ്സിലും പ്രൊഡ്യൂസേഴ്സിലും ഒക്കെ ഉള്ള ന്യൂട്രിയൻസിനെ തിരിച്ച് മണ്ണിലേക്ക് ലയിപ്പിച്ചു വിടുന്ന ആളുകളാണ് ആര്? നമ്മുടെ ഡീകമ്പോസേഴ്സ് അഥവാ വിഘാടകർ എന്ന് പറയുന്നത്. അവര് നമ്മളൊക്കെ ചത്ത് ചീഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെഡ് റിമൈൻസിനൊക്കെ അവർ ബ്രേക്ക് ഡൗൺ ചെയ്ത് ന്യൂട്രിയൻസ് ആക്കി മണ്ണിലേക്ക് ലയിച്ചു വിടും. മനസ്സിലായോ? അങ്ങനെയുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കിയത്? മഷ്റൂംസ്, കൂണുകൾ, ബാക്ടീരിയകൾ, വേംസ്, പുഴുക്കൾ, ഇതെല്ലാം ഇതിന് സഹായിക്കുന്ന ആളുകളാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും ഒരു ചെടിയൊക്കെ മണ്ണിൽ ഇങ്ങനെ ചീഞ്ഞ് കിടക്കുന്നുണ്ട്, പിന്നെ അതിൽ പുഴുക്കളൊക്കെ വന്ന് അതിനെ അങ്ങോട്ട് ഡീകമ്പോസ് ചെയ്ത് കളയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ചെടികൾ മാത്രമല്ല, ആനിമൽസ് ആയിക്കോട്ടെ, എല്ലാം മണ്ണിൽ ലയിച്ചു പോകുന്നതാണ്. അങ്ങനെ മണ്ണിൽ ലയിച്ചു പോകാൻ നമ്മളെ സഹായിക്കുന്ന ആളുകളാണ് ഡീകമ്പോസേഴ്സ് അല്ലെങ്കിൽ വിഘാടകർ എന്ന് പറയുന്നത്. അപ്പൊ ഇവര് മഷ്റൂംസും ബാക്ടീരിയ, വേംസ് ഇതെല്ലാം എന്താണ്? ഡീകമ്പോസേഴ്സിനുള്ള ഉദാഹരണങ്ങളാണ്. അപ്പൊ പ്രൊഡ്യൂസേഴ്സ് എന്താണ്, കൺസ്യൂമേഴ്സ് എന്താണ്, ഡീകമ്പോസേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇത് മൂന്നും നമ്മുടെ എക്കോസിസ്റ്റത്തിൽ, നമ്മുടെ ഈ എൻവയോൺമെന്റിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഗ്രൂപ്പ് ആളുകളാണ്. ഈ 3 ആളുകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇവര് 3 പേരും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം എന്താണ്? ആ ഒരു റിലേഷൻഷിപ്പ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് നോക്കിക്കേ, ഇവര് 3 പേരും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഇവര് പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് നമ്മൾ പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അഥവാ ഉൽപാദകർ എന്ത് ചെയ്യുന്നു? ആഹാരം ഉണ്ടാക്കുന്നു അല്ലെ, ഫുഡ് ഉണ്ടാക്കുന്നു. അവർ ഫുഡ് ഉണ്ടാക്കിയത് ആര് ഭക്ഷിക്കുന്നു? നമ്മുടെ കൺസ്യൂമേഴ്സ് അഥവാ ഉപഭോക്താക്കൾ ഭക്ഷിക്കുന്നു. നമ്മുടെ ചെടി ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ കുറച്ച് കൺസ്യൂമേഴ്സ് വന്നിട്ട് നേരെ നമ്മുടെ ആ പ്രൊഡ്യൂസേഴ്സിനെ അങ്ങോട്ട് ഭക്ഷിച്ചു. പിന്നെ എന്ത് ചെയ്തു? ആ കൺസ്യൂമേഴ്സ് എല്ലാം പിന്നെ കുറെ കാലം കഴിയുമ്പോൾ ഡെഡ് ആയി എന്ന് വിചാരിക്കുക, മരിച്ചുപോയി എന്ന് വിചാരിക്കുക. അവര് മൃതാവശിഷ്ടം അല്ലെങ്കിൽ അവരുടെ ഡെഡ് റിമൈൻസിന് അതിലേക്ക് ആര് വരും? നമ്മുടെ ഡീകമ്പോസേഴ്സ് അഥവാ വിഘാടകർ വരും അല്ലെ. ഡീകമ്പോസേഴ്സ് വന്ന് കഴിഞ്ഞാൽ അവർ എന്താണ് ചെയ്യുന്നത്? ആ ഡെഡ് റിമൈൻസിനെ എല്ലാം ഡീകമ്പോസ് ചെയ്ത് വിഘാടനം ചെയ്യൂലേ. ഡീകമ്പോസിഷൻ അഥവാ വിഘാടനം ചെയ്തിട്ട് എന്താക്കി മാറ്റും? അതിലുള്ള ന്യൂട്രിയൻസിനെയൊക്കെ മണ്ണിലേക്ക് ലയിപ്പിച്ചു വിടും. അപ്പൊ നമ്മുടെ മണ്ണിൽ ഇപ്പൊ ആരെത്തി? ന്യൂട്രിയൻസ് അഥവാ പോഷക ഘടകങ്ങൾ എത്തിയില്ലേ. അപ്പൊ നമ്മുടെ ചെടിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ചെടിയെ നമ്മുടെ കൺസ്യൂമേഴ്സ് അഥവാ ഉപഭോക്താക്കൾ ഭക്ഷിച്ചു. ആ ഉപഭോക്താക്കളുടെ ഡെഡ് റിമൈൻസിനെ ഡീകമ്പോസേഴ്സ് ഡീകമ്പോസ് ചെയ്ത് അതിലത്തെ ന്യൂട്രിയൻസ് ഇപ്പൊ എവിടെ എത്തി? നമ്മുടെ മണ്ണിലെത്തി, നമ്മുടെ സോയിലെത്തി. സോയിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് ഈ ന്യൂട്രിയൻസ് ചെയ്യുന്നത്? മണ്ണിൽ ഇങ്ങനെ ന്യൂട്രിയൻസ് ഇങ്ങനെ കിടക്കുകയാണോ? അല്ല. നമ്മുടെ ചെടിക്ക് ഭക്ഷണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്ലാന്റ്സിനൊക്കെ ഭക്ഷണം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിറയെ ന്യൂട്രിയൻസ് വേണം അല്ലെ. ആ ന്യൂട്രിയൻസ് ഒക്കെ എവിടെ നിന്നാണ് ഈ ചെടിക്ക് കിട്ടുന്നത്? മണ്ണിൽ നിന്നാണ് കിട്ടുന്നത്. ഈ മണ്ണിൽ നിന്നുള്ള ന്യൂട്രിയൻസ് വലിച്ചെടുത്താണ് നമ്മുടെ ചെടികളൊക്കെ ഭക്ഷണം പാകം ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ മണ്ണിലെത്തിയ ഈ ന്യൂട്രിയൻസിനെ, പോഷക ഘടകങ്ങളെ അബ്സോർബ് ചെയ്യും ആര്? നമ്മുടെ പ്രൊഡ്യൂസേഴ്സ്. നമ്മുടെ ചെടികളെല്ലാം അബ്സോർബ് ചെയ്തിട്ടാണ് അവർ അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്?
അപ്പൊ അതിനെ അബ്സോർബ് ചെയ്ത് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഫുഡ് കുക്ക് ചെയ്യും. അപ്പൊ ഇതിങ്ങനെ ഒരു സൈക്കിൾ പോലെ കിടക്കല്ലേ, നോക്കിക്കേ നിങ്ങൾ, ഇതിങ്ങനെ ഒരു ചെയിൻ പോലെ ഒരു സൈക്കിൾ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇത് വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. പ്രൊഡ്യൂസേഴ്സ് വീണ്ടും ഫുഡ് ഉണ്ടാക്കുന്നു, കൺസ്യൂമേഴ്സ് കഴിക്കുന്നു, അവരുടെ ഡെഡ് റിമൈൻസിനെ ഡീകമ്പോസേഴ്സ് ഡീകമ്പോസ് ചെയ്യുന്നു, വീണ്ടും അതിലത്തെ ന്യൂട്രിയൻസിനെ വീണ്ടും പ്രൊഡ്യൂസേഴ്സ് അബ്സോർബ് ചെയ്യുന്നു. ഇതിങ്ങനെ സൈക്കിള് പോലെ എന്ത് ചെയ്യാണ്, ഇതിങ്ങനെ കിടക്കുകയാണ് അല്ലെ. ഇനി പ്രൊഡ്യൂസേഴ്സ് ഡെഡ് ആയി കഴിഞ്ഞാലോ, ഈ പ്രൊഡ്യൂസേഴ്സിന്റെ ഡെഡ് റിമൈൻസിനെ വീണ്ടും ഡീകമ്പോസേഴ്സ് എന്ത് ചെയ്യും, ഡീകമ്പോസ് ചെയ്യും. അതിൽ നിന്ന് വീണ്ടും ന്യൂട്രിയൻസ് സോയിലിൽ എത്തും. ആ ന്യൂട്രിയൻസിനെ വീണ്ടും നെക്സ്റ്റ് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യും, ഫുഡ് ഉണ്ടാക്കും. ഇതിങ്ങനെ ഒരു ചെയിൻ പോലെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്, സൈക്കിള് പോലെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എക്സാമിന് എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ്, പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും ഡീകമ്പോസേഴ്സും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പൊ ഈ ഒരു സൈക്കിൾ എന്ത് ചെയ്യുക, മിസ്സിന്റെ മക്കൾ എല്ലാവരും കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക. ഇവർ പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഈ ഒരു സൈക്കിൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ ഈ ഒരു ടോപ്പിക് പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, അതേപോലെ നമ്മുടെ ഡീകമ്പോസേഴ്സ്, അതായത് ഉപഭോക്താക്കൾ, ഉൽപാദകർ, വിഘാടകർ, ഈ 3 ടോപ്പിക്കും ഇവരെ തമ്മിലുള്ള റിലേഷൻഷിപ്പും അടിപൊളിയായിട്ട് തന്നെ പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് എക്സാമിന് ഈ ഭാഗത്ത് നിന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എല്ലാവരോടും അടിപൊളിയായിട്ട് എക്സാമിന് വേണ്ടി പഠിക്കാൻ പറയാ. ഓക്കെ, ഇതേപോലെയുള്ള വീഡിയോസിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ടോപ്പിക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിങ്ങൾ പറയുന്ന ടോപ്പിക്ക് നമ്മളിവിടെ വീഡിയോസ് ആയിട്ട് എടുത്തിരുന്നതായിരിക്കും. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.